മോൻഗ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി. വൈകിട്ടോടെ തീരം തൊടും. ആന്ധ്രാ തീരത്ത് ശക്തമായ കടലാക്രമണം. 16 ജില്ലകളിൽ റെഡ് അലർട്ട്. തീരമേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. 72 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. വിമാന സർവീസുകളിലും മാറ്റം. ഈ വർഷത്തെ ശക്തിയേറിയ കൊടുങ്കാറ്റിന്റെ ഭീതിയിൽ ജമൈക്ക. മെലിസ കൊടുങ്കാറ്റ് മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗതയിൽ തീരം തൊടുമെന്ന് മുന്നറിയിപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിനെ 4 ദിവസം കസ്റ്റഡിയിൽ വിട്ടു. കോടതി ഉത്തരവ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ദേവസ്വം ഭരണസമിതിയുടെ പങ്കിലും അന്വേഷണം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്ന് ആരംഭിക്കും. ജില്ലാ കളക്ടർമാരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും. ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് എന്ന് കെ സുരേന്ദ്രൻ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് കുറ്റവാളികളെ രക്ഷിക്കാൻ വീണ്ടും സർക്കാരിന്റെ നീക്കം. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നമുണ്ടാകുമോ എന്ന് ചോദിച്ച് ജയിൽ സൂപ്രണ്ടുമാർക്ക് ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്ത്. അസാധാരണമായ നടപടിക്രമമെന്ന് കെ രമ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1800-ലേറെ പോയിന്റുമായി ഓവറോൾ കിരീടം തിരുവനന്തപുരത്തിന്. അത്ലറ്റിക്സ് കിരീടം മലപ്പുറത്തിന്. സമാപന ചടങ്ങുകൾ ഉച്ചയ്ക്ക് 2:30 മുതൽ. അടുത്ത മേള കണ്ണൂരിൽ.